കഴിഞ്ഞ 3 നോമ്പിനും അടിച്ചുപൊളിയായി ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഇമ്മച്ചിക്ക് വേണ്ടി ഒരു പുത്തൻ സമ്മാനം ഇവിടുന്ന് കൊടുക്കാൻ പോവാണ്. സാംസങ് ഇന്നലെ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഫോൺ. കയ്യേക്ക് വരി. S26 അൾട്ര. ഇത് അറിയൂല. എന്താ ഞാൻ കാട്ട് മാറ്റണോ നിങ്ങളത്? അത് അറിയണ്ടോ? അത് തുറന്നു നോക്കണ്ടേ? അപ്പം ഇമ്മച്ചിക്ക് ഒരു പുതിയ ഫോൺ തുറന്നോക്കാം. അയ്യോ പെലച്ച ഇനിയിപ്പോ തിന്നാൻ നേരം കിട്ടൂലേ? കിട്ടേ ഇഷ്ടം പോലെ ഉണ്ട്. 5 മണി ആയിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ ഉപയോഗിച്ചോ അതേ പണി അല്ലല്ല, നിങ്ങൾ 2 കൊല്ലം മുമ്പത്തെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇത് അതിന്റെ ഏറ്റവും പുതിയ മോഡൽ. ഇതാ ലേറ്റസ്റ്റ് വേർഷൻ, ലേറ്റസ്റ്റ് ടെക്നോളജിയാ. അപ്പം ഇമ്മച്ചിക്ക് ഈ ഫോൺ കിട്ടിയതിനെ കുറിച്ച് എന്താണ് ഇപ്പച്ചിക്ക് അഭിപ്രായം പറയാനുള്ളത്? അർഹിക്കുന്ന ഒരു സമ്മാനമാണോ അത് ഇപ്പച്ചിക്കാണോ കിട്ടേണ്ടിയിരുന്നത്? എന്താണ് പറയാനുള്ളത്? എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്, ഒരു ഗൂഗിളിന്റെ. ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പൊ അതിന് പ്രശ്നങ്ങളില്ല. ഞാനിതീന്ന് കുട്ടികളത് പാത്തച്ച് പിന്നെ മനസ്സിലോടെ പിന്നെ ഒഴിവാക്കും, പിന്നെയും പാത്തക്കും, പിന്നെ ഒഴിവാക്കും. അപ്പൊ ഇതാ ഏറ്റവും പുതിയ ഫോൺ. ഇതിന്റെ പിക്ചർ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയാ? ഞങ്ങൾ രണ്ടാളുണ്ടാവുമ്പോഴേ അങ്ങനെ ഒരു വൈക്ക് പോവാണെങ്കിൽ രണ്ടാളും ഒരുമിച്ച് കാരം. അപ്പം ഇമ്മച്ചിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ സാധനം ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഞാൻ ആദ്യം മുതലേ, അതായത് നിങ്ങളൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ ഉമ്മച്ചിയിലൊരു പീരീഡ് ഉണ്ടല്ലോ, ഫോട്ടോ ക്ലാരിറ്റി സൂപ്പർ. അത് നേരെ തന്നെ ഉള്ളൂ. ഫോട്ടോ ക്ലാരിറ്റി നോക്കിക്കോളി. ഇതേ മറ്റേ പഴയ ഫോണല്ല, അതിന്റെ 2 ഇരട്ടി സെറ്റപ്പ് കൂടും. പിന്നീട് ഒരുപാട് നിലത്തിക്കടല്ലോ, കേസും ഇല്ല, കവറിലൊന്നും ഇല്ല കേട്ടോ. ഇതിന് ഇൻബിൽറ്റ് പ്രൈവസി കാർഡും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഫോൺ തിരിച്ചാലും ഇല്ലേ ഒന്നും പറ്റൂല. അതിലൊന്നും പറയാം. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ട്രെയിനിലൊക്കെ പോകുമ്പോ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ഫോൺ കളിച്ചാല് തൊട്ടപ്പുറത്ത് ഇരിക്കോണ്ടിരിക്കും നോക്കിയാൽ ഓൽക്ക് കാണൂല, എനിക്കും കാണൂല. നിങ്ങളെ അപ്പുറത്തേക്കും കാണൂല. ആ സെറ്റപ്പ് കാണില്ലേ? എന്താ ഓണാക്കിക്കണേ? ഇപ്പച്ചിക്ക് ഇപ്പതി കാണില്ലേ? സൈഡ് നോക്കിട്ട് ഇപ്പൊ കാണുന്നുണ്ടോ? കാണില്ല. കാണില്ലല്ലോ. ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണില്ലല്ലോ. അപ്പൊ ഇൻബിൽറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാ അപ്പം 2 വാക്ക് പറയും ഈ ഒരു അവസരത്തില്. എന്താണ് പറയാനുള്ളത്? നല്ല ഒരു സമ്മാനമാണ് കിട്ടിയത്. ഉമ്മച്ചിക്ക് അത് ആവശ്യമാണ്. ഉമ്മച്ചിക്ക് എനിക്കും കൂടി ഉള്ളൊരു ഇതായിക്കോട്ടെ. ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി രണ്ടാളും കൂടി 2 സിം ഇട്ടിട്ട് രാവിലെ മുതൽ ഉച്ച വരെ ഉമ്മച്ചി ഉപയോഗിക്കണം. അല്ല അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും 2 വാങ്ങി തരാനുള്ള പൈസ എനിക്കില്ല. കാരണം ഒരു ഫോണ് 2 ലക്ഷം റുപ്യാണ്. അപ്പൊ 8 കോടി ഇത് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ ചങ്ങായി മറ്റേ സോറി, അതൊരു റിസർവ് ബാങ്കിലെ ഫണ്ടാണ്. ഇത് ഞാൻ വെറുതെ ഇതിലെ വന്നിണോ ഇന്നലെ ചങ്ങായി? അതിൽ 10 ആളെ പറയുന്നുണ്ട്, അതിൽ ബല്ല ഞാൻ നോക്കി. അത് കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. അതിലൊന്നും ഞാൻ വേണ്ട. ആദ്യത്തെ 10 നമ്മള് പോയി. സോ വെരി ബാഡ്. ആ 10 പെടേണ്ട ആളല്ല, അങ്ങനെ വിചാരിച്ചാ മതി.
അപ്പം ഇപ്പച്ചിന്റെ ഫോണിന് ഇപ്പൊ എത്ര വയക്കുണ്ടാവും? 3 വർഷം. ആരെ വാങ്ങി തന്ന്? ഞാന് ഇതമ്മ പോക്കരാക്കാം. ആഴ്ച മുന്നോട്ടിയേ സമയം നോക്കിക്കോ. ആരെ വാങ്ങി തന്നെ പറയിപ്പാ? വാങ്ങി തന്നെ തന്നെയാണോ? ഗൂഗിൾ പിക്സൽ. അതെവിടാ ഫോണോടെ? ചാർജിലോ? അതിന്റെ ഇതിന്റെ ക്ലാരിറ്റി ഒന്ന് നോക്ക. ഗൂഗിൾ പിക്സൽ ഫാമിലി വാനാണ് കേട്ടോ. ഫാമിലി ഫോട്ടോ വെച്ചിരിക്കണത്. ഇപ്പാ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി നിങ്ങളെ ഫോൺ തന്നെയാണ് തോന്നുന്നത്. അത് സൂപ്പറാണേ. ഇതിന്റെ ക്യാമറ ഇതിന്റെ ക്യാമറനോട് ഒക്കൂലമ്മ. അതിന്റെ ക്യാമറ ഇത് ഗൂഗിളിന്റെ ക്യാമറയാണ്. 5 കൊല്ലം മുമ്പുള്ളതാണെങ്കിലും സാധനം നരിയാണ്. എന്താ ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ? സൂപ്പർ ക്ലാരിറ്റി ഉണ്ട്. ഫോട്ടോ എടുക്കുമ്പോ ഇതിലെടുത്തിട്ട് ഇപ്പച്ചി ഇതിക്ക് അയച്ചു കൊടുത്താൽ മതി. പോരെ? ഞാൻ ഭക്ഷണം ആയിക്കോട്ടെ കേട്ടോ. അയ്യോ ഇത് ഇറങ്ങണുള്ളൂ അല്ലേ? ഇറങ്ങിയിട്ടില്ല. അപ്പൊ എല്ലാരും കയ്യിലുള്ള ഏറ്റവും പുതിയ മോഡല്. അപ്പൊ അതിലേറെന്തോ ഇപ്പച്ചിന്റെ ഇപ്പൊ എത്ര കൊല്ലായി? ഇത് 5 കൊല്ലയില്ലേ? അടങ്ങിയിരിക്കടാ. 5 കൊല്ലയില്ലേ? മഞ്ചായിട്ടില്ല. എത്ര ഉണ്ടാവും? 3 2.5 3. ഇത് ഇവിടേക്ക് പോകുമ്പോണ്ടല്ലോ അവിടെ ഇവിടെ അങ്ങനെ അത്ര ആയിട്ടുള്ളൂ. ആണോ? 5 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. 5 ഇല്ല 4 കൊല്ലം ആയിട്ടുള്ളൂ. 3 അത്ര അതിന്റെ ഉള്ളിലൊക്കെ ആവുള്ളൂ. അവര് 8 കൊല്ലം കൂടി എന്തായാലും പോകും. ഞാൻ പറയുമ്പോ എനിക്ക് അവിടെ ഇവിടെ ഇട്ട് പോരാനും ചിലപ്പോ എന്താ അറിയോ കുട്ടികളെ അടിയിൽ ഇട്ട് പോരും. ഫോട്ടോ എടുത്ത് കാണും. ചിലപ്പോ ഗ്രൗണ്ടിൽ ഇട്ട് പോകും. എന്നാലും ഗ്രൗണ്ടിലുണ്ട് റിങ് ചെയ്ത് ഇങ്ങനെ പോയി നോക്കുമ്പോ ഗ്രൗണ്ടിൽ ഇതിനെ പറ്റിയത് എന്താ പറയാ, ഇത് അറിയണില്ല എന്തൊക്കെ ഗ്രൗണ്ടിലിട്ട് പോരാ എപ്പോഴും ഇതാണല്ലേ. ഗ്രൗണ്ടില് കുട്ടികളെ അടിയില് അസംബ്ലി ഏരിയയില് മറന്നു പോവാ വണ്ടി ന്യൂൺ വീലിന്റെ അവിടെ അരി ഉച്ചഭക്ഷണത്തിന്റെ വെച്ചിട്ട് പാട്ട് ക്ലിപ്പ് ചെയ്ത് പോകാം. മറന്നു വെച്ച് പോവാ. അതിനൊക്കെ തന്നെയാ നല്ലത്. പിന്നെ ചിലപ്പം മറന്നൊക്കെ ചിലപ്പോ മറന്നു വെച്ച് പോവാനൊക്കെ ഇതുവാകും നല്ലത്. ഞാൻ വിചാരിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ തന്നെയാണ് നല്ലതെന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതിയോ? മാട്ടി മാട്ടി ഇങ്ങനെ കൂടുന്നപ്പോ വിചാരിച്ചല്ല. അപ്പം നീ മല്ലയല്ലടാ മുത്താണ് മുത്തയ്യ. മറ്റെടുത്തു കുത്തയക്കാത്തത് ഗണ്ണട വെച്ചൊരു ഗണ്ണട മുത്തേ. ഇപ്പൊ കൊടുത്ത 15 രൂപ എന്തായാലും കിട്ടും. മുണ്ട് പടക്ക് തയ്ക്കാത്തത് മരക്കുറോണ്ടല്ല. അപ്പം ഏറ്റവും പുതിയ സാംസങ് ഗാലക്സി S26 അൾട്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് മാറി എങ്ങനെ അറിയാം ഇപ്പച്ചി ആളുകളെ ക്ഷണിക്കുന്നു. അതൊക്കെ കേസ് മാറ്റി. ഇതിന്റെ പ്രത്യേകത എന്താ പറയാ? അടക്കി തുറക്കി നല്ല രസമുണ്ടല്ലോ. സൂപ്പർ. ഇങ്ങനെ ഓണാക്കടാ. ഞാൻ സാംസങ്ങിന്റെ ആളല്ല. ഇതാ സാംസങ്. ഇത് ഓണാക്കി തരുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ? പണ്ട് ഇപ്പച്ചി നിലമ്പൂർ ഒരു പീടിയിൽ പോയിട്ട് 9500 ഒരു സാംസങ്ങിന്റെ ഫോൺ വാങ്ങിനി. സാംസങ് ഗാലക്സി S പ്രൈമാ ഗ്രാൻഡ് പ്രൈം
J7 ഇന്റെ അടുത്തുണ്ടായിന് ഫോണാ, സാംസങ്ങിന്റെ. J7 ഇന്റെ അടുത്തുണ്ടായിന് ബ്ലാക്ക്. ഇപ്പച്ചി വാങ്ങിയത് സാംസങ്ങിന്റെ ഗ്രാൻഡ് പ്രൈമോ 9500 എന്തോ, 10 റുപ്യന്റെ ഫോൺ എന്തോ 500 റുപ്യ കുറച്ചെടുത്ത്. അപ്പൊ അത് അന്ന് ആ 10,000 രൂപ ഇപ്പച്ചി എത്രത്തോളം കഷ്ടപ്പെട്ടാ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഇപ്പച്ചിക്ക് ഏറ്റവും ചെറുപ്പത്തില് സ്വപ്നം കാണാൻ പഠിപ്പിച്ച, എല്ലാം നല്ല രീതിയിലാവാൻ പഠിപ്പിച്ച ഇപ്പച്ചിക്ക് ഇന്ന് സാംസങ് ഇറക്കിയതിൽ ഏറ്റവും വലിയ ഫോണ്, ഏറ്റവും പുതിയ ഫോണ് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നു. ഇതിൽ പെന്നുണ്ട്. ഇനി ഇപ്പച്ചിക്ക് എന്തെങ്കിലും സ്കൂളിൽ പെൻ എടുക്കാൻ മറന്നാല് ഇത് ബോർഡ് എഴുതരുത്, ആ പെന്നല്ല, ആ പേപ്പറിൽ എഴുതരുത്. ഇതാ ഇന്റതൊക്കെ ഞാൻ പഠിപ്പിച്ച രണ്ടത്തെ കുട്ടികളാ, രണ്ടത്തി ബുദ്ധിമാന്മാരാ. ഞാൻ കഴിക്കതാ. ഇതാ കണ്ടിന്യൂ. വൈഫൈ കൊടുത്താൽ മതി. പെന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പച്ചിക്ക് പെന്നായിട്ട് യൂസ് ചെയ്യാം. ആ പഴയ 2 ഫോൺ ചാടിപ്പോയാ പഴയ 2 ഫോൺ തന്നാണ് ചില്ലറ പൈസ ചെലവുണ്ട് ഇതിനൊക്കെ. വിക്കട്ട കൊണ്ടേ കണ്ട് പയല് എന്തെങ്കിലും അത് ആളെ കൊണ്ടുപോയി മാറ്റി മുണ്ടിന്റെ മൂടി ഫോണ് മറച്ചു വെച്ചു. അപ്പം ഇപ്പച്ചിക്ക് വൈറ്റും ഇമ്മച്ചിക്ക് ബ്ലാക്കും കേട്ടോ. കളറ് മാറ്റണേ മാറ്റി തന്നെ പോരെ, നിങ്ങൾക്ക് ബ്ലാക്ക് പോരെ. എനിക്കല്ല, എനിക്ക് വേണ്ട. ചോളി ഇതാ. അപ്പൊ ഇനി മുതൽ സാംസങ് കേട്ടോ. ഒരു സെൽഫി എടുത്ത് തുടങ്ങിക്കാണ്. ഇതാ ഇവിടെ ഇങ്ങോട്ട് വരും ഒരു സെൽഫി എടുക്കാം. അല്ല മിഞ്ഞാന്ന് ജസ്റ്റ് മിസ്സാവണ്ടീനിത്. അത് കാണിച്ചു നോക്കട്ടെ. ആ സന്തോഷം ആ മുഖത്തുണ്ട്. രണ്ടാളെ ഒരു ഫോട്ടോ എടുത്താ, ആ അതൊക്കെ യൂസ്ഫുൾ ആവും. ആ ഫിൽറ്ററൊക്കെ ഉപകാരപ്പെടും. സാംസങ്ങിന്റെ വിവിധങ്ങളായ വിവിധകൾ. നിങ്ങൾക്ക് ബ്ലാക്ക് വേണം? നോ എനിക്ക് വൈറ്റ് തന്നെ മതി. സോറി, എന്റെ പഴയ ഫോൺ കുറച്ച് പഴയ ഫോൺ, എനിക്ക് ചിലപ്പോൾ പുതിയ ഫോൺ വേണ്ടി വരും ഇനി മുതലിന്. എന്തൊക്കെയാ ഇനി കട്ടിൽമ വെച്ച് പോകാൻ ആ ഫോൺ മതി, സ്കൂട്ടിമ പരത്തി വിടാൻ ആ ഫോൺ മതി, ഗ്രൗണ്ടിൽ മറന്നു വെക്കാൻ ആ ഫോൺ മതി, കുട്ടികളുടെ ഇട്ട് പറഞ്ഞ് ഇത് അങ്ങനെ ഇട്ടാണ്ടല്ലോ. ഇപ്പച്ചാണെന്നൊന്നും നോക്കൂല. ആ കരഞ്ഞാണ് തീർക്കും ഞാൻ ഫോൺ പോയാൽ കേട്ടോ. ഒന്നുകൂടി കെയർഫുൾ ആവണം. ഇത് ആദ്യം ലാമിനേഷൻ ചെയ്യിപ്പിക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്, എന്നിട്ട് കേസ് ഇട്ടാ മതി. അപ്പൊ ഇതിന്റെ സൈഡിലൊന്നും പരിക്കാവില്ല. ആ ഇപ്പൊ അപ്ഗ്രേഡ് ആയിട്ടോ രണ്ടാളും. സാങ്കേതിക വിദ്യ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യ അതിന്റെ ഉച്ചയിലെത്തി നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രീമിയം വെർഷനാണ് രണ്ടാളെ കയ്യിലുള്ളത്. ഇതിന്റെ മേലൊക്കെ സാങ്കേതിക വിദ്യ ഇപ്പൊ ഇല്ല. ആണല്ലേ? എന്താണ് പറയാനുള്ളത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ? എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാ? ഫസ്റ്റ് ദ ഗോഡ് പടച്ചോനാണ് ആദ്യമായിട്ട് നന്ദി പറയണത്. ഇങ്ങനെ ഒരു കാരണം പല ആളുകളും ഞാനേ എന്റെ ഫോണ് മാറ്റണം എന്നൊന്നുമില്ല ഇനി, പക്ഷെ അത് ഈ നറവിന്റെ ഒരു പ്രശ്നം എനിക്ക് വല്ലാതെ മനസ്സിലായി. അത് ഒഴിവാക്കി കൊണ്ടേ പോണം അല്ലേ? എനിക്ക് എൻ്റെ ഇതിൽ എന്താണെന്നാൽ ഇഷ്ടം പോലെ ഈ മറ്റേ എന്താ വെച്ചാൽ പറയാം വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഹെഡ്മാഷന്മാരെ ഒരു 16 ഗ്രൂപ്പുണ്ട് ഹെഡ്മാഷന്മാരത്. AEO, VRC, മുനിസിപ്പാലിറ്റി, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ അധ്യാപക സംഘടന അങ്ങനത്തെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ. അപ്പൊ അങ്ങനെ മെസ്സേജ് അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാൻ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. ഹാപ്പി നൗ സവാഡിക്കാ. അഫീച്ചു 2 വാക്ക് പറയും, ഞാൻ ഫുഡ് കഴിക്കട്ടെ.